നമസ്കാരം, സണ്ണി സീഡ്സ് PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനമാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കഷൻ ടോപ്പിക്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ജീവിതശൈലി രോഗങ്ങളാണ്. ഇന്ന് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം. അപ്പോൾ എന്താണ് ആരോഗ്യം എന്ന് പറയുന്നത്? ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവും സാമ്പത്തികവും സാമൂഹികവുമായ നല്ല അവസ്ഥയാണ് ആരോഗ്യം. നമ്മൾ ആരോഗ്യം എന്ന് പറയുമ്പോൾ അയാളുടെ ശാരീരികമായ നല്ല അവസ്ഥയെ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? ശാരീരികമായിട്ട് ഒരാൾ ഓക്കെ ആണെങ്കിൽ അയാൾ ആരോഗ്യവാനാണെന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഒരു വ്യക്തി ശാരീരികവും മാനസികവും ആത്മീയവും സാമ്പത്തികവും സാമൂഹികവുമായി നല്ല അവസ്ഥയിലാണെങ്കിൽ മാത്രമേ അയാൾ ആരോഗ്യവാനാണെന്ന് പറയാൻ പറ്റൂ. ആരുടെ ഡെഫിനിഷനാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആരോഗ്യത്തിനെ കുറിച്ചുള്ള ഡെഫിനിഷനാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംഘടനയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷൻ രൂപീകൃതമായത് 1948 ഏപ്രിൽ 7-നാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ജനീവയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഒരു വ്യക്തി ശാരീരികവും മാനസികവും സാമൂഹികവും ഒക്കെ ആയ സമ്പൂർണ്ണ സുസ്ഥിതിയിലാണെങ്കിൽ മാത്രമേ അയാൾ ആരോഗ്യവാനാണെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ആരോഗ്യത്തിനെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംഘടനയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. രൂപീകൃതമായിരിക്കുന്നത് 1948 ഏപ്രിൽ 7-നാണ്. ആസ്ഥാനം ജനീവയാണ്. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7-ആണ്. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7-ആണ്. ലോക മാനസിക ആരോഗ്യ ദിനം ഒക്ടോബർ 10. ഒന്നുകൂടി പറയാം. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7-ആണ്. ലോക മാനസിക ആരോഗ്യ ദിനം ഒക്ടോബർ 10-ആണ്. ആരോഗ്യ ദിനം ഏപ്രിലാണ്, എന്നാൽ മാനസിക ആരോഗ്യ ദിനം ഒക്ടോബറാണ്. ഓക്കെ. മനുഷ്യ സമൂഹത്തിൻ്റെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ പെട്ടെന്ന് രോഗമുക്തി നേടുക, സുദീർഘമായ ആരോഗ്യ അവസ്ഥ കൈവരിക്കുക, ദീർഘായുസ് നേടിയെടുക്കുക എന്നിവയാണ് പൊതുജന ആരോഗ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നൊരു വാക്കാണ് പൊതുജന ആരോഗ്യം. എന്താണ് പൊതുജന ആരോഗ്യം എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമ്മൾ മനുഷ്യ സമൂഹം ഒരു കൂട്ടായ സമൂഹമാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ പെട്ടെന്ന് രോഗമുക്തി നേടുക, അല്ലെങ്കിൽ ഒരു സുദീർഘമായ ഒരു ആരോഗ്യ അവസ്ഥ കൈവരിക്കുക, ദീർഘായുസ് നേടുക. ഇതൊക്കെ നമ്മുടെ മെഡിസിൻസും നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ആരോഗ്യ മാനദണ്ഡങ്ങളും ഒക്കെ പാലിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് സ്പാൻ ഇപ്പോൾ കൂടുതലാണ്. പൊതുജന ആരോഗ്യത്തിൽ നമ്മൾ ശ്രദ്ധ വയ്ക്കുന്നത് കൊണ്ടും അതിന് കൃത്യമായ മോണിറ്ററിംഗ് ഉള്ളതുകൊണ്ടും പ്ലാൻസ് ഉള്ളതുകൊണ്ടും ഒക്കെ നമ്മുടെ ലൈഫ് സ്പാനും നമ്മുടെ പൊതുവെയുള്ള ആരോഗ്യ നിലയും ഇപ്പോൾ വളരെ നല്ലതാണ്. അപ്പോൾ മനുഷ്യ സമൂഹത്തിൻ്റെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ പെട്ടെന്ന് രോഗമുക്തി നേടുക. ഈ ഡെഫിനിഷൻ മനസ്സിലാക്കി വയ്ക്കണേ. രോഗമുക്തി നേടുക, സുദീർഘമായ ആരോഗ്യ അവസ്ഥ കൈവരിക്കുക, ദീർഘായുസ് നേടിയെടുക്കുക, ഇവയൊക്കെയാണ് പൊതുജന ആരോഗ്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആരോഗ്യകരമായ ജീവിതത്തിന് എന്തെല്ലാം ചെയ്യണം എന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആരോഗ്യകരമായ ജീവിതത്തിന് ആദ്യം വേണ്ടത് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. കൃത്യമായ ഇടവേളകളിൽ മാത്രം കൃത്യമായ ഭക്ഷണം കഴിക്കുക, മധുരത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം കുറയ്ക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, വ്യായാമം ചെയ്യുക, അന്നജവും നാരും അടങ്ങിയ ഭക്ഷണം കഴിക്കുക, ജങ്ക് ഫുഡ് ഒഴിവാക്കുക, ഇങ്ങനെ ഉപ്പും സുഗന്ധവ്യഞ്ജനങ്ങളും ഒക്കെ കുറയ്ക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആരോഗ്യകരമായ ജീവിതത്തിന് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ കുറേയൊക്കെ നമ്മൾ പാലിക്കുന്നുണ്ട്, കുറേയൊക്കെ നമ്മൾ തെറ്റിക്കുന്നുമുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ആരോഗ്യകരമായ ജീവിതത്തിനുള്ള വഴികൾ ഏതൊക്കെയാണ്. കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം കഴിക്കുക, കൂടുതൽ പ്രകൃതിദത്തമായ ആഹാരം ഉൾപ്പെടുത്തുക, ഉപ്പും സുഗന്ധവ്യഞ്ജനങ്ങളും കുറയ്ക്കുക, കൊഴുപ്പടങ്ങിയ ഭക്ഷണം കുറയ്ക്കുക, അന്നജവും നാരും അടങ്ങിയ ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക, ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, മധുരപദാർത്ഥങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ ആരോഗ്യകരമായ ജീവിതത്തിന് അത് ഹെൽപ്പ് ചെയ്യും. ഇനി നോക്കാം അടുത്ത പോയിന്റ്. സമീകൃത ആഹാരം എന്നാൽ എന്താണ്? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മൾ കൃത്യമായ ഭക്ഷണം കൃത്യമായ ഇടവേളകളിൽ കഴിക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്ത് തരം ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടതെന്ന് മനസ്സിലാക്കി വരുമ്പോഴാണ് ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം നമ്മുടെ സമീകൃത ആഹാരം. എന്താ അത്? ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. അതായത് എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കണം, അത് ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കണം, ഒന്നും ഓവറായി പോവണ്ട. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോഷകം മാത്രം ഒരുപാട് അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തിനെ അല്ല ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് സമീകൃത ആഹാരം, ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാന പോഷക ഘടകങ്ങൾ? ധാന്യകം, മാംസ്യം, കൊഴുപ്പ്, ജീവകങ്ങൾ, ധാതുക്കൾ, ജലം, ഇതൊക്കെയാണ് പ്രധാന പോഷക ഘടകങ്ങൾ. ഫൈബർ, ഇതെല്ലാം പ്രധാന പോഷക ഘടകങ്ങളാണ്. ഫൈബറും ജലവും ആവശ്യമാണ്. പോഷക ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ധാന്യകം, മാംസ്യം, കൊഴുപ്പ്, ജീവകങ്ങൾ, ധാതുക്കൾ, ഇതെല്ലാം വരും. ഓക്കെ, പോഷണത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ട്രോഫോളജിയാണ് പോഷണത്തെക്കുറിച്ചുള്ള പഠനം. ഒരു മനുഷ്യന് ഒരു ദിവസം വേണ്ട ഊർജം 2400 കിലോ കലോറിയാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. കാർബോഹൈഡ്രേറ്റ്, ധാന്യകം, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ധാന്യകം, കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഇവയാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ പണി എന്താ? ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം, എനർജി സോഴ്സാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങൾ എന്തൊക്കെയാണ്? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാന്യകം അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ധാന്യങ്ങളിലും കിഴങ്ങുവർഗ്ഗത്തിലും അന്നജ രൂപത്തിലാണ് ധാന്യകം അടങ്ങിയിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ ദഹിക്കാത്ത ധാന്യകം സെല്ലുലോസ് ആണ്. മനുഷ്യ ശരീരത്തിൽ ദഹിക്കാത്ത ധാന്യകം സെല്ലുലോസ് ആണ്. ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് എന്താ? ബെനഡിക്ട് ടെസ്റ്റാണ് ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് നോക്കാം, പ്രോട്ടീൻ. അപ്പോൾ നമുക്ക് ഊർജ്ജം തരുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് മാത്രം മതിയോ? അല്ല. ഇനി പ്രോട്ടീൻ എന്താ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പ്രോട്ടീൻ ശരീരം നിർമ്മിക്കുന്നതിനും വളർച്ചയ്ക്കും ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ളതാണ് പ്രോട്ടീൻ. ശരീരം നിർമ്മിക്കുന്നതിനും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ഘടകങ്ങളാണ് പ്രോട്ടീൻ. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ അത്യാവശ്യമാണ്. അപ്പോൾ ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പോൾ ഗ്രോത്ത്, ശരീരം നിർമ്മിക്കുന്നതിനും വളർച്ചയ്ക്കും സഹായകമായ ഘടകമാണ് പ്രോട്ടീൻ. ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജ്ജ ഉൽപ്പാദനത്തിനും പ്രോട്ടീൻ പ്രയോജനപ്പെടുന്നു. അതായത് ധാന്യകം, കാർബോഹൈഡ്രേറ്റിൻ്റെ അഭാവത്തിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനും പ്രോട്ടീൻ പ്രയോജനപ്പെടുന്നു. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീൻ്റെ ഘടകങ്ങൾ. എന്തൊക്കെയാണ്? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്നത്. ശരീരഭാരം അനുസരിച്ച് നമുക്ക് നോക്കാം ഒരാൾക്ക് എത്ര പ്രോട്ടീൻ വേണമെന്ന്. ഒരാളുടെ ശരീരഭാരം അനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ഒരാൾക്ക് ലഭിക്കണം. അപ്പോൾ ഒരാളുടെ ശരീരഭാരം അനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന നിലയ്ക്ക് പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് പ്രോട്ടീൻ കറക്റ്റ് അളവിൽ ഉള്ളിൽ ചെല്ലുന്നുണ്ടോ എന്നുള്ളതൊരു ചെക്കാണ് അല്ലേ. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് വേണ്ടത്? പ്രോട്ടീൻ്റെ അളവ് എങ്ങനെ? ശരീരഭാരം, ഒരാളുടെ ശരീരഭാരം അനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ഒരാൾക്ക് ലഭിക്കണം. മാംസ്യത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? അമിനോ ആസിഡ്. റെഫറൻസ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്നത് മുട്ടയാണ്. മാംസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ എന്താ? മാംസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ക്വാഷിയോർക്കർ, മരാസ്മസ് എന്നിവ മാംസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. പ്രോട്ടീൻ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നതിനുള്ള പരീക്ഷണത്തിൽ പ്രോട്ടീൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ലഭിക്കുന്ന നിറം വയലറ്റ് ആണ്. വയലറ്റ് കളർ ലഭിച്ചാൽ പ്രോട്ടീൻ്റെ പ്രസൻസ് ഐഡൻറ്റിഫൈ ചെയ്യാം. പ്രോട്ടീൻ്റെ ടെസ്റ്റാണ് അത്. വയലറ്റ് കളറാണ് കിട്ടുന്നതെങ്കിൽ ആ ഫുഡ് ഐറ്റത്തിൽ പ്രോട്ടീൻ്റെ പ്രസൻസ് ഉണ്ടെന്നർത്ഥം. ഇനി കൊഴുപ്പ് കൂടിയാൽ പ്രശ്നമുണ്ടോ? ഭക്ഷണത്തിൽ കൊഴുപ്പ് കൂടിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ.
ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയമായിട്ടും കൊളസ്ട്രോൾ നിർമ്മിക്കും. അപ്പോൾ ഭക്ഷണത്തിൽ നിന്ന് കൊളസ്ട്രോൾ കിട്ടും, അതുകൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കും. കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നു. അത് ഹൃദ്രോഗത്തിന് കാരണമാകും. ഭിത്തി പരുപരുത്തതാകുകയും അരുണ രക്താണുക്കൾ ഒട്ടിപ്പിടിച്ച് രക്തക്കട്ടകൾ രൂപപ്പെടുകയും ചെയ്യും. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ രക്തക്കട്ട ഉണ്ടാകുന്നത് ഹൃദയാഘാതത്തിന് കാരണമാകും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഭക്ഷണത്തിൽ കൊഴുപ്പ് കൂടിയാലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ധമനിയുടെ ഉൾവ്യാസം കുറയും, രക്തക്കുഴലുകൾക്ക് ഇലാസ്തികത നഷ്ടപ്പെടും, രക്തക്കുഴൽ പൊട്ടാനുള്ള സാധ്യത കൂടും, ഉൾഭിത്തി പരുപരുത്തതാകുകയും അവിടെ അരുണ രക്താണുക്കൾ കട്ട പിടിച്ചിരിക്കുകയും ചെയ്യും. അങ്ങനെ രക്തക്കട്ടകൾ ഫോം ആകും. ഈ രക്തക്കട്ടകൾ ഉണ്ടെങ്കിൽ, കുഴലുകളിൽ ഈ രക്തക്കട്ടകൾ ഉണ്ടെങ്കിൽ രക്തം എത്തുന്നത് ബ്ലോക്ക് ആവും. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ രക്തക്കട്ട ഉണ്ടാകുന്നത് ഹൃദയാഘാതത്തിന് കാരണമാകും. അടുത്തത് നോക്കാം, ആരോഗ്യ കേന്ദ്രങ്ങൾ. അപ്പം നമ്മൾ ഇത്രയും പഠിച്ചത് ആരോഗ്യകരമായ ജീവിതത്തിനുള്ള വഴികൾ പഠിച്ചു, ബാലൻസ് ഡയറ്റ് എന്താണെന്ന് പഠിച്ചു, പോഷക ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു, ഭക്ഷണത്തിൽ കൊഴുപ്പ് കൂടിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ചു, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ കുറിച്ചും പഠിച്ചു. ഇനി നമുക്ക് ആരോഗ്യ കേന്ദ്രങ്ങൾ നോക്കാം. ഒരു ഗ്രാമപ്രദേശത്തെ ജനങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങളാണ് ആരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു ഗ്രാമപ്രദേശത്തെ ജനങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങളാണ് ആരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. നമുക്കറിയാം, ആരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്, ജനറൽ ആശുപത്രിയുണ്ട്, മെഡിക്കൽ കോളേജ് ഉണ്ട്, അല്ലെ, താലൂക്ക് ആശുപത്രിയുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ. അത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് വെച്ചാൽ എന്താ? ഒരു ഗ്രാമപ്രദേശത്തെ ജനങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങളാണ് ആരോഗ്യ കേന്ദ്രങ്ങൾ. ഒന്നിലധികം ഗ്രാമപ്രദേശത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങൾ എന്തറിയപ്പെടും? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് പറയും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്താണ്? ഒന്നിലധികം ഗ്രാമപ്രദേശത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങളാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ. ഒരു താലൂക്കിലെ ജനങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യ സേവനങ്ങൾ നൽകുന്നത് എന്താണ്? താലൂക്ക് ആശുപത്രിയാണ്. താലൂക്ക് ആശുപത്രിയുടെ ഉയർന്ന തലമാണ് ജനറൽ ആശുപത്രി. ജനറൽ ആശുപത്രിയുടെ ഉയർന്ന തലമാണ് മെഡിക്കൽ കോളേജ്. അപ്പോൾ സ്ട്രക്ചർ പോകുന്നത് എങ്ങനെയാ? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക് ആശുപത്രി, ജനറൽ ആശുപത്രി, മെഡിക്കൽ കോളേജ്. ഓക്കെ, ജനറൽ ആശുപത്രിയിലേക്കാൾ ഉയർന്ന തലത്തിലുള്ള ആരോഗ്യ സ്ഥാപനമാണ് മെഡിക്കൽ കോളേജ്. മനസ്സിലായല്ലോ? ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, പിന്നെ താലൂക്ക് ആശുപത്രി, ജനറൽ ആശുപത്രി, മെഡിക്കൽ കോളേജ്. ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ 2005 എന്താ അത്? ഗ്രാമമേഖലയിൽ ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ 2005 എന്ന് പറയുന്നത്. ഗ്രാമമേഖലയിലെ ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. ആശാ വർക്കർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്, അതാണ് ആശാ വർക്കർ. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്, അതാണ് ASHA, ആശാ വർക്കർ എന്ന് പറയുന്നത്. ഈ പദ്ധതി നടപ്പാക്കാൻ, അതായത് ഏത് പദ്ധതി? ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ 2005. ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി നിയമിച്ചിട്ടുള്ള അംഗീകൃത സാമൂഹിക പ്രവർത്തകരാണ് ആശാ വർക്കർ എന്ന് പറയുന്നത്, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് നോക്കാം. കേരളത്തിലെ പ്രധാന ആരോഗ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിലെ ആദ്യത്തെ മാനസികാരോഗ്യ ആയുർവേദ ആശുപത്രി കോട്ടയ്ക്കലാണ്. കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാല സ്ഥാപിച്ചത് വൈദ്യരത്നം PS വാര്യരാണ്. കേരളത്തിലെ ഏറ്റവും അധികം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും അവയുടെ സബ് സെന്ററുകളും ഉള്ള ജില്ല മലപ്പുറമാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. കേരളത്തിലെ പ്രധാന ആരോഗ്യ കേന്ദ്രങ്ങൾ. കേരളത്തിലെ ആദ്യ മാനസിക ആരോഗ്യ ആയുർവേദ ആശുപത്രി കോട്ടയ്ക്കലാണ്. കേരളത്തിലെ ഏറ്റവും അധികം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും അവയുടെ സബ് സെന്ററുകളും ഉള്ള ജില്ല മലപ്പുറമാണ്. കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാല സ്ഥാപിച്ചത് വൈദ്യരത്നം PS വാര്യരാണ്. കേരളത്തിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. എവിടെയാണ്? ആലപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യ സർക്കാർ ആശുപത്രി, ശ്രദ്ധിക്കണം, കേരളത്തിലെ ആദ്യ സർക്കാർ ആശുപത്രി, ആദ്യ ജനറൽ ആശുപത്രി, ആദ്യ മെഡിക്കൽ കോളേജ്, ആദ്യ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി, ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇത്രയും സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഒന്നുകൂടി പറയാം. കേരളത്തിലെ ആദ്യ സർക്കാർ ആശുപത്രി,
ആദ്യ ജനറൽ ആശുപത്രി, ആദ്യ മെഡിക്കൽ കോളേജ്, ആദ്യ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി, ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത്രയും സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ സർക്കാർ ആശുപത്രി എവിടെയാണ് സ്ഥാപിതമായത്? തിരുവനന്തപുരത്ത്. ആദ്യ ജനറൽ ആശുപത്രി എവിടെയാണ് വന്നത്? തിരുവനന്തപുരത്ത്. ആദ്യ മെഡിക്കൽ കോളേജ് എവിടെ തുടങ്ങിയത്? തിരുവനന്തപുരത്ത്. ആദ്യ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി എവിടെയാണ്? തിരുവനന്തപുരത്ത്. ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്ത്. ക്ലിയർ? ടോപ്പിക്ക് നോക്കാം. അടുത്ത ടോപ്പിക്ക് നോക്കാം. ദേശീയ തലത്തിലെ പ്രധാന ആരോഗ്യ സ്ഥാപനങ്ങൾ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സ്ഥിതി ചെയ്യുന്നത് ജയ്പൂരാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ ന്യൂഡൽഹി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി ബാംഗ്ലൂർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി പൂനെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെൽ സയൻസ് പൂനെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഹൈദരാബാദ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഹൈദരാബാദ്. സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂറാണ് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂറാണ്. ഒന്നുകൂടി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ജയ്പൂരാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി കൊൽക്കത്തയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ ചെന്നൈയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ ന്യൂഡൽഹിയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി ബാംഗ്ലൂരാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി പൂനെയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെൽ സയൻസ് പൂനെയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഹൈദരാബാദാണ്. സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂറാണ്. അതുപോലെ ഇന്ത്യയിലെ പെൻസിലിൻ നിർമ്മാണശാല പെൻസിലിൻ നിർമ്മാണശാല പിംപ്രിയിലാണ്. പെൻസിലിൻ നിർമ്മാണശാല പൂനെയിലെ പിംപ്രിയിലാണ്. ഇന്ത്യയിലെ ആദ്യ അസ്ഥി ബാങ്ക് ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പെൻസിലിൻ നിർമ്മാണശാല പിംപ്രിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് ചെന്നൈയിലാണ്. ഇനി ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയാനായിട്ട് ലോക ആരോഗ്യ സംഘടന നിർദ്ദേശിച്ചിരിക്കുന്ന 5 മാനദണ്ഡങ്ങളുണ്ട്. ലോക ആരോഗ്യ സംഘടന എന്ന് പറഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംഘടനയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അപ്പോൾ ലോക ആരോഗ്യ സംഘടന ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ട് 5 മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളെല്ലാം ഫോളോ ചെയ്യുന്ന മാനദണ്ഡങ്ങൾ തന്നെയാണ്, എന്നാലും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. ഭക്ഷ്യവസ്തുക്കൾ പാകം ചെയ്യുന്നതിന് മുമ്പ് നന്നായി വൃത്തിയാക്കുക. പാകം ചെയ്തവയും ചെയ്യാത്തവയും തരം തിരിച്ച് സൂക്ഷിക്കുക. ഭക്ഷ്യവസ്തുക്കൾ യോജ്യമായ രീതിയിൽ പാകം ചെയ്യുക. സുരക്ഷിത താപനിലയിൽ സൂക്ഷിക്കുക. ശുദ്ധജലവും ശുദ്ധമായ അസംസ്കൃത വസ്തുക്കളും ഉപയോഗിക്കുക. എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ, പോയിന്റ്സ് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഭക്ഷ്യവസ്തുക്കൾ പാകം ചെയ്യുന്നതിന് മുമ്പ് വൃത്തിയായിട്ട് കഴുകണം. പാകം ചെയ്തവയും ചെയ്യാത്തവയും തരംതിരിച്ച് വേണം സൂക്ഷിക്കാനായിട്ട്. യോജ്യമായ രീതിയിൽ മാത്രമേ ഭക്ഷ്യവസ്തുക്കൾ പാകം ചെയ്യാവുള്ളൂ. സുരക്ഷിതമായ താപനിലയിലാണ് സൂക്ഷിക്കേണ്ടത്. ശുദ്ധജലവും ശുദ്ധമായ അസംസ്കൃത വസ്തുക്കളും പാകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഇത്രയുമാണ് ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയാനായിട്ട് ലോക ആരോഗ്യ സംഘടന നിർദ്ദേശിച്ചിരിക്കുന്ന 5 മാനദണ്ഡങ്ങൾ. സോ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തു. എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിലെ പോയിന്റ്സ് പഠിച്ചത്? നമുക്ക് പെട്ടെന്നൊരു ക്വിക്ക് റീക്യാപ്പ്. എന്താണ് ആരോഗ്യം എന്ന് നമ്മൾ പഠിച്ചു. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവും സാമ്പത്തികവും സാമൂഹികവുമായ അവസ്ഥ, നല്ല അവസ്ഥയാണ് ആരോഗ്യം. നിർവചിച്ചിരിക്കുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംഘടനയാണ്. രൂപീകൃതമായത് 1948 ഏപ്രിൽ 7-നാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ജനീവയാണ്. ലോക ആരോഗ്യ ദിനമെന്നാണ് ഏപ്രിൽ 7. എന്നാൽ ലോക മാനസികാരോഗ്യ ദിനമെന്നാണ് ഒക്ടോബർ 10. അപ്പോൾ ഏപ്രിൽ 7 ഒക്ടോബർ 10 ഓർത്തിരിക്കണം. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമാണ്, എന്നാൽ ലോക മാനസിക ആരോഗ്യ ദിനം ഒക്ടോബർ 10. പൊതുജന ആരോഗ്യം എന്നാൽ എന്താണ്? മനുഷ്യ സമൂഹത്തിൻ്റെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ പെട്ടെന്ന് രോഗമുക്തി നേടുക, സുദീർഘമായ ആരോഗ്യാവസ്ഥ കൈവരിക്കുക, ദീർഘായുസ് നേടിയെടുക്കുക എന്നിവയാണ് പൊതുജന ആരോഗ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആരോഗ്യകരമായ ജീവിതത്തിന് എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചു.
കുറേ പോയിന്റ്സ് പറഞ്ഞു. കൃത്യമായ ഭക്ഷണം കഴിക്കുക, മധുരം ഉപയോഗിക്കേണ്ട, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കേണ്ട, കൊഴുപ്പടങ്ങിയ ഭക്ഷണം കുറയ്ക്കണം, ആവശ്യത്തിന് വെള്ളം കുടിക്കണം, ഉറക്കം നല്ലപോലെ വേണം, വ്യായാമം ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിച്ചു. സമീകൃത ആഹാരം എന്താണ്? ബാലൻസ്ഡ് ഡയറ്റ്. ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് ബാലൻസ്ഡ് ഡയറ്റ്. എന്തൊക്കെയാണ് പ്രധാന പോഷക ഘടകങ്ങൾ? ധാന്യകം, മാംസ്യം, കൊഴുപ്പ്, ജീവകങ്ങൾ, ധാതുക്കൾ. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ട്, അത് കാണാൻ മറക്കണ്ട. അതുകൊണ്ട് തന്നെ അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, പോഷണത്തെക്കുറിച്ചുള്ള പഠനം എന്താ? ട്രോഫോളജിയാണ്. ഒരു മനുഷ്യന് ഒരു ദിവസം എത്ര ഊർജ്ജം വേണം? 2400 കിലോ കാലറിയാണ് ഒരു മനുഷ്യന് ഒരു ദിവസം വേണ്ട ഊർജ്ജം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. ഇനി കാർബോഹൈഡ്രേറ്റ് എന്താണ്? ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുന്നതാണ് കാർബോഹൈഡ്രേറ്റ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യങ്ങളുടെ പല രൂപങ്ങളാണ്. ധാന്യങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങളിലും അന്നജ രൂപത്തിലാണ് ധാന്യകം അടങ്ങിയിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ ദഹിക്കാത്ത ഒരു ധാന്യകമുണ്ട്, അത് സെല്ലുലോസ് ആണ്. ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം ടെസ്റ്റ് ചെയ്യുന്നത് ഏതാ? ബെനഡിക്ട് ടെസ്റ്റ്. പ്രോട്ടീൻ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ പ്രധാന ഘടകമാണ് പ്രോട്ടീൻ. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ ഇവയുടെയൊക്കെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജ്ജ ഉൽപ്പാദനത്തിന് എന്ത് സഹായിക്കും? പ്രോട്ടീൻ സഹായിക്കും. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ ഇതൊക്കെ കൊണ്ടാണ് പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര പ്രോട്ടീൻ വേണം ഒരാൾക്ക്? അയാളുടെ ശരീരഭാരം അനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന നിരക്കിലാണ് പ്രോട്ടീൻ ഒരു ദിവസം ഭക്ഷണത്തിൽ നിന്ന് അയാൾക്ക് കിട്ടേണ്ടത്. മാംസത്തിൻ്റെ അടിസ്ഥാന ഘടകം അമിനോ ആസിഡാണ്. റെഫറൻസ് പ്രോട്ടീൻ എന്താ? മുട്ട, എഗ്ഗാണ്. മാംസത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളോ? ക്വാഷിയോർക്കറും മരാസ്മസും. പ്രോട്ടീൻ്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുമ്പോൾ ആ ടെസ്റ്റ് നടത്തുമ്പോൾ അതിൽ ഏത് കളർ കിട്ടിയാലാണ് പ്രോട്ടീൻ ഉണ്ടെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്? വയലറ്റ് കളർ. ഓക്കെ, ഇനി കൊഴുപ്പ് കൂടിപ്പോയാലുള്ള അപകടങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. അപ്പോൾ അത് ഭക്ഷണത്തിൽ നിന്നും അല്ലാതെ സ്വന്തമായിട്ടും ശരീരം പ്രിപ്പയർ ചെയ്യും. അപ്പോൾ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലിൻ്റെ ഉൾഭിത്തിയിൽ പോയി പറ്റിപ്പിടിക്കും. അങ്ങനെ രക്തത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടും. അത് ഹൃദ്രോഗത്തിന് കാരണമാകും. ഭക്ഷണത്തിൽ കൊഴുപ്പ് കൂടിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പോയിൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തു. ധമനിയുടെ ഉൾവ്യാസം കൂടും, രക്തക്കുഴലുകൾക്ക് ഇലാസ്തികത നഷ്ടപ്പെടും, രക്തക്കുഴൽ പൊട്ടാനുള്ള സാധ്യത കൂടും, ഉൾഭിത്തി പരുവരുത്തതാകുകയും അരുണ രക്താണുക്കൾ ഒട്ടിപ്പിടിച്ച് രക്തക്കട്ടകൾ രൂപപ്പെടുകയും ചെയ്യും. അത് ഹൃദ്രോഗത്തിന് കാരണമാകും. അടുത്ത പോയിന്റ് എന്താ? ആരോഗ്യ കേന്ദ്രങ്ങൾ എന്താണെന്നാണ് അല്ലേ? ആരോഗ്യ കേന്ദ്രങ്ങൾ ഒരു ഗ്രാമപ്രദേശത്തെ ജനങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങളാണ് ആരോഗ്യ കേന്ദ്രങ്ങൾ. ഒന്നിലധികം ഗ്രാമപ്രദേശത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ. അതിന് മുകളിൽ എന്താണ്? ഒരു താലൂക്കിലെ ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നത് താലൂക്ക് ആശുപത്രി. അതിൻ്റെ മുകളിൽ ജനറൽ ആശുപത്രി. അതിൻ്റെ മുകളിലാണ് മെഡിക്കൽ കോളേജ്. ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ 2005 എന്ത് പദ്ധതിയാണ്? ഗ്രാമമേഖലയിലെ ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ 2005. ആശാ വർക്കർ, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. ആശാ വർക്കർ ആരാണ്? ഈ പദ്ധതി നടപ്പാക്കാനുള്ള ഏത് പദ്ധതി? ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ 2005 നടപ്പാക്കാനായിട്ട് നിയമിച്ചിട്ടുള്ള അംഗീകൃത സാമൂഹിക പ്രവർത്തകരാണ് ആശാ വർക്കേഴ്സ് എന്നറിയപ്പെടുന്നത്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. ക്ലിയർ? കേരളത്തിലെ പ്രധാന ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മൾ പഠിച്ചു. ആദ്യത്തെ മാനസിക ആരോഗ്യ ആയുർവേദ ആശുപത്രി എവിടെയാണ്? കോട്ടയ്ക്കലാണ്. ഏറ്റവും കൂടുതൽ ആരോഗ്യ കേന്ദ്രങ്ങളും അതിൻ്റെ സബ് സെൻറ്ററും ഉള്ള ജില്ല മലപ്പുറമാണ്. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്തത്? ആലപ്പുഴയിൽ. ഇനി തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത എന്താ? കേരളത്തിലെ ആദ്യ സർക്കാർ ആശുപത്രി, ആദ്യ ജനറൽ ആശുപത്രി, ആദ്യ മെഡിക്കൽ കോളേജ്, ആദ്യ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി, ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത്രയും സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ദേശീയ തലത്തിൽ പ്രധാന ആരോഗ്യ സ്ഥാപനങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എവിടെയാണ്? ജയ്പൂരാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി കൊൽക്കത്ത, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ ചെന്നൈ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ ന്യൂഡൽഹി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി ബാംഗ്ലൂർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി പൂനെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെൽ സയൻസ് പൂനെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഹൈദരാബാദ്, നാഷണൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂർ. ഇന്ത്യയിൽ പെൻസിലിൻ നിർമ്മാണശാല എവിടെയാണ്? പിംപ്രിയിലാണ്, പൂനെയിൽ, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ പെൻസിലിൻ നിർമ്മാണശാല. ഇന്ത്യയിലെ ആദ്യ അസ്ഥി ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. ഇനി ലാസ്റ്റ് നമ്മൾ പഠിച്ച പോയിന്റ്, ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയാനായിട്ട് ലോക ആരോഗ്യ സംഘടന നിർദ്ദേശിച്ചിരിക്കുന്ന 5 മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്?
ഫസ്റ്റ് വൺ ഈസ് ഭക്ഷ്യവസ്തുക്കൾ പാകം ചെയ്യുന്നതിന് മുമ്പ് നന്നായി വൃത്തിയാക്കണം. പാകം ചെയ്തവയും ചെയ്യാത്തവയും തരംതിരിച്ച് സൂക്ഷിക്കണം. ഭക്ഷ്യവസ്തുക്കൾ യോജ്യമായ രീതിയിലാണ് പാകം ചെയ്യേണ്ടത്. സുരക്ഷിതമായ താപനിലയിൽ സൂക്ഷിക്കണം. ശുദ്ധജലവും ശുദ്ധമായ അസംസ്കൃത വസ്തുക്കളുമാണ് ഉപയോഗിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ പൊതുജന ആരോഗ്യം ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത്. അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത്. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. നിങ്ങൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ലൈക്കും ഷെയറും സപ്പോർട്ടും ഒക്കെയാണ് കൂടുതൽ വീഡിയോസ് ഉണ്ടാക്കാനുള്ള നമ്മളുടെ മോട്ടിവേഷൻ. അതുകൊണ്ട് ആ സപ്പോർട്ട് തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഏതെങ്കിലും ടോപ്പിക് സജഷൻ ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഹാവ് എ ഗ്രേറ്റ് ഡേ.